Thank you, Zainab ma'am. Am I audible? Audible ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ വിഷയത്തെ കുറിച്ച് പറയാതിരുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. ആദ്യം തന്നെ സൈനബ് മാമിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. കുറച്ച് കൂടിപ്പോയോ എന്ന് സംശയം ഇല്ലാതില്ല, എങ്കിലും ഇരിക്കട്ടെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും രാത്രിയില് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അല്ലേ? കുറച്ച് ഫ്രീ ആയിരിക്കുന്ന സമയമായിരിക്കും ഫാമിലിയുടെ കൂടെ. ആ സമയത്താണ് നമ്മൾ കുറച്ച് പുതിയ നല്ല ആശയങ്ങൾ നമ്മൾ കേൾക്കുന്നത്, പോസിറ്റീവ് ചിന്തകൾ അല്ലെ? ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ സമയത്ത് ഇവിടെ എത്തിയ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് പൂർണ്ണമായും ഫലപ്രദമാകണം. അതിനുവേണ്ടി നിങ്ങൾ ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത് ഒന്ന് ഫ്രീ ആയി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതല്ല വെറുതെ ജസ്റ്റ് കേട്ട് പോവുക എന്നുള്ളതാണെങ്കിൽ അതിന് അതിൻ്റെതായ റിസൾട്ടേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഹാപ്പിനെസ്, സന്തോഷം. സന്തോഷത്തിൽ നിന്നും വിജയത്തിലേക്ക്. നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് വിജയിച്ചാൽ സന്തോഷിക്കാം, നേടിയാൽ സന്തോഷിക്കാം എന്നുള്ളതാണ് അല്ലെ? ഞാൻ പരീക്ഷയിൽ വിജയിച്ചു, ഹാപ്പിയായി. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടി, ഹാപ്പിയായി. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്. അതിൽ വ്യത്യസ്തമായ ഒരാശയം. സെഷനിലേക്ക് കടക്കുന്നതിന് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ, ടൈപ്പ് ചെയ്യാവോ? ഹാപ്പിനെസ്, സന്തോഷം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ആദ്യം വരുന്നത്? ചിലർക്ക് ഫാമിലി ആകാം, ചിലർക്ക് ക്യാഷ് ആകാം, ചിലർക്ക് സ്വർണമാകാം, ചിലർക്ക് വീടാകാം, ചിലർക്ക് വാഹനമാകാം. എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഹാപ്പിനെസ് എന്ന് കേൾക്കുമ്പോൾ? സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ? മനസ്സമാധാനം എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, പറ്റുന്നവരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ നന്നായിരിക്കും. പലർക്കും അത് റെസ്പോണ്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണോ എന്തോ. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ സമാധാനം, ഓക്കെ. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അല്ലെ? പലരും സമാധാനം എന്നൊക്കെ പറഞ്ഞാലും അത് ക്യാഷിനോടും വീടിനോടും നമ്മളുടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുമ്പോഴൊക്കെ ചിലർക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെ? നമ്മളെ സ്നേഹിക്കുക, സ്നേഹത്തിന്. ഇപ്പം അതിനൊരു ഈ നമ്മളെ ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ സ്വത്ത് ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സന്തോഷം വരുമ്പോൾ അതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാല് പലപ്പോഴും അത് ആപേക്ഷികമാണെന്നുള്ളതാണ്. എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഉണ്ടായ എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരു പ്രിന്റർ വാങ്ങണമായിരുന്നു. ഞാൻ പ്രിന്റർ വാങ്ങാനായി ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു നല്ലൊരു പ്രിന്റർ, ക്യാനൺ നല്ല പ്രിന്റർ, ഞാൻ തിരക്കി നടന്ന പ്രിന്റർ ഉണ്ട്. എനിക്ക് എന്ത് ചെയ്തു, ഒരു 32% ഓഫറിൽ ഏകദേശം 10,000-8,000 രൂപയോളം വ്യത്യാസത്തിൽ എനിക്ക് വാങ്ങാൻ പറ്റി. അങ്ങനെ ഞാൻ വാങ്ങി, സന്തോഷത്തിൽ വാങ്ങി. വീട്ടിൽ വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ലുലുവിന് ഓഫർ ഇട്ടിരിക്കുന്നത് 39% ഓഫ്, 2,000 രൂപ കുറഞ്ഞു കിട്ടും.
വീടിനടുത്ത് തന്നെ ഉണ്ട് ലുലു. അപ്പോൾ നമ്മൾ ആ നേരത്തെ ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷം ഒന്ന് മങ്ങി. ഓ 2 ദിവസം താമസിച്ച് വാങ്ങിയിരുന്നെങ്കിൽ ഇത് കിട്ടിയേനെ എന്നൊരു ചിന്തയിലേക്ക് വന്നു. ഇതാണ് നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ് അല്ലെ? ഈ സമ്പത്തും അങ്ങനെ നമ്മുടെ മാറ്റർ അതുമായി ബന്ധപ്പെട്ട സന്തോഷങ്ങളൊക്കെ ആപേക്ഷികമാണ്. നമ്മളൊരു നല്ല കാറ് വാങ്ങിച്ചു സന്തോഷിക്കുമ്പോൾ ഉണ്ടാവും അയൽക്കാർ അതിനേക്കാൾ വലിയ കാറ് മേടിക്കുന്നു. അപ്പൊ ഉടനെ എന്ത് ചെയ്യും? ഇനി അത് വാങ്ങണമെന്നാണ് ചിന്ത വരിക. ഇത് ലോകത്ത് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സന്തോഷം ആപേക്ഷികമാണ്. വ്യക്തികൾക്കനുസരിച്ചിട്ടും സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടും എന്ത് ചെയ്യും? സന്തോഷം മാറാം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഓരോന്ന് ലഭിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടുമ്പോഴുള്ള സന്തോഷം അല്ല, അതിലുപരി ഒരു അൾട്ടിമേറ്റ് സന്തോഷം. നമുക്ക് ഏത് സാഹചര്യത്തിലും ആ സന്തോഷം, ആ ഹാപ്പിനെസ് നിലനിർത്താൻ കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? വിജയത്തിലേക്ക് പോകാൻ പറ്റുക, നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുക. അതാണ് ദ ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഒരു ബുക്ക് ഇതുമായി ബന്ധപ്പെട്ട നല്ലൊരു ബുക്കുണ്ട്. ഒരു വേൾഡ് നല്ല എന്താണ് വളരെയധികം പ്രചാരത്തിലുള്ള നല്ലൊരു ബുക്കുണ്ട്, ദ ഹാപ്പിനെസ് അഡ്വാൻറ്റേജ്. ഷോൺ ആക്കറിന്റെ ഇംഗ്ലീഷിലുള്ള ബുക്കാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, വായിക്കാവുന്ന നല്ല ബുക്കാണ്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഐഡിയാസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ആ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. ചുരുക്കം ഇതാണ്: നമ്മൾ സന്തോഷവും പോസിറ്റിവിറ്റിയും, കാര്യങ്ങളെ പോസിറ്റീവായി കാണാനുള്ള മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ജീവിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം. നെഗറ്റീവും അതിന് ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി നമ്മൾ വലിച്ചു കൊണ്ടുവരുന്ന ഈ നെഗറ്റീവായ കാര്യങ്ങൾ മാറ്റി നിർത്തി പോസിറ്റിവിറ്റിയിൽ നമ്മളെ മൈൻഡ് ഉറപ്പിച്ച് സന്തോഷത്തോടെ ഇരുന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കരസ്ഥമാക്കാൻ സാധിക്കും. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യാം. നിങ്ങളെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടത്, നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? സക്സസ് ലീഡ്സ് ടു ഹാപ്പിനെസ്. വിജയം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സന്തോഷം ഉണ്ടാകും. അതാണ് നമ്മൾ പണ്ടേ ഉള്ളത്. നമുക്കൊക്കെ കേട്ട് പരിചയമുള്ളതും നമ്മളൊക്കെ അംഗീകരിക്കുന്നതും. ചിലപ്പോഴും ഞാൻ പറയുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യില്ല, ഇത് അംഗീകരിക്കില്ല. സന്തോഷത്തിൽ നിന്നാണ് നമുക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കും. ഇനി ഈ തിയറി നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോയിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം ഇത് പോസിബിലിറ്റി ഉണ്ട് എന്ന്. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് എപ്പോഴും എന്ത് ചെയ്യും? പ്രൊഡക്ടിവിറ്റിയിൽ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് ഓഫീസുകളിലൊക്കെ ആളുകൾ അവിടുത്തെ അന്തരീക്ഷം മോശമാകുമ്പോൾ, അവിടുത്തെ സ്റ്റാഫിനിടയിലുള്ള അല്ലെങ്കിൽ എംപ്ലോയീസിനിടയിലുള്ള അന്തരീക്ഷം മോശമാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവരുദ്ദേശിക്കുന്ന പ്രൊഡക്ടിവിറ്റി പലപ്പോഴും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് പലപ്പോഴും സ്റ്റാഫുകൾ മാറ്റുകയും അങ്ങനെ പല നീക്കങ്ങളിലേക്കും പോകാറുണ്ട്. ഈ അടുത്ത് നടന്നൊരു പഠനത്തില് പറയുന്നത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ബ്രിട്ടീഷ് ടെലികോംസും ചേർന്നുള്ള പഠനത്തിൽ പറയുന്നത് വെച്ചാല്, ഒരേ സമയം വർക്ക് ചെയ്ത, അതായത് വർക്ക് സമയത്തിൽ വ്യത്യാസമല്ല, എന്നിട്ട് ഒരേ സമയമാണ് വർക്ക് ചെയ്ത പോസിറ്റീവ് ആയിരുന്ന ആളുകളും അല്ലാത്തവർ തമ്മിലുള്ള പ്രൊഡക്ടിവിറ്റിയിൽ, അവരുടെ ആ ജോലിയിലുള്ള റിസൾട്ടില് 13% അവർ ആ ഡിഫറൻസ് കണ്ടത്. 2019 നടന്നൊരു പഠനമാണ്. അപ്പം ആ ഹാപ്പി എൻവയോൺമെന്റ് എന്നുള്ളത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്.
റിസർച്ച് പറയുന്നത് നമ്മളുടെ സക്സസിൽ, വിജയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹാപ്പി മൊമെന്റ്സ്, നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മളുടെ ആ പോസിറ്റീവ് ഹോർമോൺസ്, നമുക്ക് തന്നെ അറിയാം അല്ലെ. നമ്മളൊരു കാര്യം ആസ്വദിച്ച് ചെയ്താല്, ഒരു കാര്യം ആസ്വദിച്ച് പഠിച്ചാല് അതിന്റെ റിസൾട്ട് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ മക്കളുണ്ടാവും, അവർക്ക് ചില സബ്ജക്റ്റുകൾ ഇഷ്ടമായിരിക്കാം. നല്ല ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് മാത്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവര് എന്താണ് എൻജോയ് ചെയ്യുക. അതിൽ ഓരോ പുതിയ പുതിയ പ്രോബ്ലംസും കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എൻജോയ്മെന്റ് കിട്ടുക ചെയ്യാം അത് ചെയ്യുന്നത്, അല്ലെ. എന്നാല് നമുക്ക് തന്നെ അറിയാം, നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ചുറ്റുമുള്ള പലരും ഉണ്ട്, മാത്സ് കീറാമുട്ടിയാണ്. മാത്സ് എന്ന് കേൾക്കുമ്പോഴേ എന്ത് ചെയ്യും, വിട്ടുപോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവിടെ ആ അത് മനസ്സിലാക്കിയത് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുമ്പോൾ, ആ ഹാപ്പിയോടെ ചെയ്യാൻ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിസൾട്ടിലും അതുപോലെ തന്നെ എന്ത് ചെയ്യും, പ്രതിഫലിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്രത്തോളം പോസിറ്റിവിറ്റി നിറച്ചുകൊണ്ട് നമ്മുടെ മൈൻഡില് അതിനോട് ഒരു ഒരു തരത്തിലും ഉള്ള നെഗറ്റിവിറ്റി ഇല്ലാതെ ഒരാവേശത്തോടെ അത് ചെയ്യാൻ പോയാലും, ഇതിൽ എനിക്ക് തോന്നുന്നു കുറെ അധികം ആളുകള് ലേഡീസ് ഉണ്ട്, സ്ത്രീകളുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ ആ ഒരു നല്ല ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ ചെയ്ത് ഒരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ ഒരു യാത്ര പോകണം, പെട്ടെന്ന് ഒതുക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റോടെ ചെയ്യുമ്പോഴുള്ള ജോലി തീരുന്ന ആ ഒരു വേഗവും, ഇന്നും ചെയ്യണമല്ലോ എന്നും ഇതന്നെ പരിപാടി, ആ ഒരു മടുപ്പോടുകൂടി ചെയ്യുമ്പോഴുള്ള അതിന്റെ റിസൾട്ടും രണ്ടാണ്, അല്ലെ. വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പം ഇത് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് ഹാപ്പിനെസ് പ്ലസ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും, സക്സസിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതില് അദ്ദേഹം കുറച്ച് ഒരു 7 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. എന്താണ് ഓരോന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ദ ടെട്രിക്സ് എഫക്റ്റ് എന്നുള്ളതാണ്. എന്താണ് ടെട്രിസ്? പലർക്കും പേരറിയില്ലെങ്കിലും നമ്മള് പലരും കളിച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കളിക്കുന്ന കാണുന്നതാണ്. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഗെയിം ഉണ്ടോ, ബോളിൽ നിന്ന് ഓരോ കട്ടകൾ വരും, അദ്ദേഹം അടുക്കി വെക്കണം, അല്ലെ. അതാണ് ടെട്രിസ്. ഈ ടെട്രിസ് എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ദൈനംദിനം ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെല്ലാം കണക്റ്റഡ് ആണല്ലോ. അപ്പൊ ഈ കണക്റ്റഡ് ആയ ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, പോസിറ്റീവായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് ഓരോന്നിനെയും വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളെയും ഓരോ എക്സ്പീരിയൻസുകളെയും വെക്കേണ്ട സ്ഥാനത്ത് വെച്ചാലേ എന്ത് ചെയ്യുള്ളൂ, അതിന് മുകളിൽ അടുത്തത് വെച്ച് കറക്റ്റ് ചെയ്ത് അത് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ജംഷീന ഒന്ന് വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കട്ടെ, കുട്ടികളാണോ? ഓക്കെ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ അവസരങ്ങളിലും ഓരോ കാര്യങ്ങളിലുമുള്ള നെഗറ്റീവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ പോസിറ്റീവിനെ കാണാൻ പറ്റില്ല, അതിന്റെ അവസരങ്ങളെ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പരാജയത്തിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ടെട്രിസ് എഫക്റ്റും നെഗറ്റീവ് ടെട്രിസ് എഫക്റ്റും ഉണ്ട്. അതായത് നമ്മൾ അതിൽ പോസിറ്റീവിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ എങ്ങനെയൊക്കെ നമ്മൾ അടുക്കി വെക്കുന്നു. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് എന്ത് ചെയ്തു, ഒരു അടുത്തായി ജോലി നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും എന്താണ് നോർമൽ തോട്ട്സ്? ജോലി പോയി, ഇനി എന്ത് ചെയ്യും, കുടുംബത്തെ എങ്ങനെ നോക്കും, അല്ലെ, സാമ്പത്തിക ബാധ്യത, പിന്നെ റിജക്ട് ചെയ്യപ്പെട്ടതിന്റെ വിഷമം, ടെൻഷൻ, സ്ട്രെസ്, അല്ലെ. ചില ആളുകൾ ഡിപ്രഷൻ വരെ കാണാറുണ്ട് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട്. അപ്പൊ അവിടെ തിരിഞ്ഞു ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ ഞാനീ പറഞ്ഞത് നെഗറ്റീവ് ടെട്രിസ് എഫക്റ്റ് ആണ്. അയാൾ അതിനെല്ലാം എന്ത് നെഗറ്റീവ് ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. മാറ്റിയിട്ട് അത് പോസിറ്റീവ് ടെട്രിസ് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, അതൊരു അവസരമായി കാണുന്നു. അയാളെ മുമ്പൊരു ജോലി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അയാൾക്ക് പല അവസരം വന്നിട്ടുണ്ടാവും ആ സമയത്ത് വേറെ ജോലിയിലേക്ക് മാറാൻ. അപ്പൊ ഈ ജോലി ഉള്ളത് കൊണ്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയതുണ്ടാവില്ല. ഇപ്പൊ എന്താണ്, പുതിയ ജോലി കണ്ടെത്താൻ, പുതിയ വലിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ ഉള്ള അവസരമായിട്ട് അതിനെ കണ്ടാൽ തന്നെ എന്ത് ചെയ്യും, ആ പെർസ്പെക്റ്റീവ് മാറും. അങ്ങനെ എത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെ. നമുക്കറിയാലോ, കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട, ബിസിനസ് നഷ്ടപ്പെട്ട പല ആളുകളുണ്ട്. അവരെന്ത് ചെയ്തു,
കൊറോണയ്ക്ക് ശേഷം അവർ വേറെ പുതിയ ബിസിനസ്സിലേക്ക് പോയി. നമുക്കറിയാം ഡൽഹി വരി എന്ന് പറയുന്ന ഒരു ഡെലിവറി, നമ്മുടെ വീട്ടിലൊക്കെ ആമസോണിന്റെ ഒക്കെ ഡെലിവറി ചെയ്യുന്നവരാണ്. ആ പേര് പോലെ ഡൽഹിയിൽ മാത്രമുള്ള ആളുകൾക്ക് ഉള്ള ഒരു ലോക്കൽ സെറ്റപ്പ് തുടങ്ങിയ സംഭവമാണ്. അത് കുറെ ആള് ഈ കൊറോണ സമയത്ത് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ചെറിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. പക്ഷെ അതിപ്പോ എന്ത് ചെയ്തു? ഇന്ത്യ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സായി മാറി. ഇന്നലെയും ഉണ്ടായിരുന്നു അതിന്റെ ഒരു വണ്ടി റോഡിൽ കൂടെ പോകുന്നുണ്ട്, ഡൽഹി വരെയുടെ ബോർഡ് വെച്ച വണ്ടി പോകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അത്രയും ആ രീതിയിലേക്ക് മാറി എന്നുള്ളത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ആ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം? പോസിറ്റീവായ ഘടകങ്ങളെ അടുക്കി വെച്ച് വിജയത്തിലേക്ക് പോകാൻ സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് ഫാളിംഗ് അപ്പ് എന്നുള്ളതാണ്. എന്താണ് ഫാളിംഗ് അപ്പ്? ഇമേജിൽ കൊടുത്തിരിക്കുന്ന പോലെ എന്താണ്? വീഴാണ് അല്ലെ? ലോകത്ത് വീഴാത്ത ആരുമില്ല. ഇറങ്ങി തിരിച്ചോ, ഓരോ പരിശ്രമത്തിലേക്ക് ഏർപ്പെട്ടോ, അവരൊക്കെ വീണിട്ടുണ്ടാവും. വീണവർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? വീണ് എണീറ്റ് ഓടിയവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതൊരു സംശയമില്ല. വീണിട്ട് അവിടെ കിടന്നവരൊക്കെ അവിടെ കിടന്നിട്ടേ ഉള്ളൂ. അതിപ്പോ ലോകത്ത് ഇപ്പൊ അറിയപ്പെടുന്ന ഓരോരുത്തരെയും, ഇപ്പൊ റോണ്ട ബേൺ അല്ലെങ്കിൽ എന്താണ്, ഓരോ മേഖലയിലുള്ള എഴുത്തുകാര്, ഹാരി പോട്ടറിന്റെ കഥ പറയുന്നത് വെച്ചാല് അവര് എഴുതിയിട്ട് കുറെ അധികം പ്രസാധകരെ, പബ്ലിഷേഴ്സിനെ സമീപിച്ചു. പബ്ലിഷ് ചെയ്യണമല്ലോ, അവര് എഴുത്തുകാരി മാത്രമാണല്ലോ. പബ്ലിഷ് ചെയ്യണമെങ്കിൽ ചിലവുണ്ട്, അതിന് പബ്ലിഷിംഗ് സംവിധാനങ്ങളൊക്കെ വേണം. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. എന്നിട്ട് കുറെ അവസാനം ഒരാൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് പ്രിന്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണ്. ലോകം മൊത്തം എത്രയോ ഭാഷകളിലേക്ക് എന്ത് ചെയ്തു? ഹാരി പോട്ടർ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അത് കോടിക്കണക്കിന് കോപ്പികൾ വിറ്റ് കഴിഞ്ഞു. അവർ വലിയ അറിയപ്പെടുന്ന എഴുത്തുകാരിയായി മാറി. അപ്പൊ അവിടെ എന്റെ എഴുത്തിന് എന്ത് ചെയ്യുന്നില്ല? ആളുകൾ സ്വീകരിക്കുന്നില്ല. അവിടെ നിർത്തിപ്പോയിരുന്നെങ്കിലോ ഒന്നും ആകില്ല അല്ലെ? ഇതുപോലെ തന്നെ നമുക്ക് കുറെ അധികം ആളുകൾ സ്റ്റോറി പറയാൻ പറ്റും. അപ്പം ഫാളിംഗ് അപ്പ് എന്നുള്ളത് നോർമലാണ്, സാധാരണമാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ആ ഫാളിംഗ് അപ്പിനെ നെഗറ്റീവില് പോവാതെ അതിനെ സന്തോഷത്തോടെ എന്ത് ചെയ്യണം? ഹാപ്പിയോടെ അതിനെ സ്വീകരിക്കാൻ പറ്റണം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ നമ്മുടെ ടോപ്പിക്കിലുള്ള സന്തോഷത്തിൽ നിന്നും വിജയത്തിലേക്ക് എന്ന് പറഞ്ഞത്. അവിടെ പരാജയത്തിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അതിനെ അടുത്തൊരു വളർച്ചയ്ക്കുള്ള സ്റ്റെപ്പാക്കാനും പറ്റുമ്പോഴാണ് എന്ത് ചെയ്യുക? അവിടെ ആ വിജയത്തിലേക്ക് പോവാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പോയിന്റ്. ദ സോറ സർക്കിൾ ഇമേജിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യും? വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉള്ളവരാണ് പലപ്പോഴും അല്ലെ? പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കും, അതിന് പ്ലാൻ ചെയ്യും, ചിലപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ നിർത്തിയിട്ട് പോകും. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഗോളുകള് വലുതായത് കൊണ്ടോ, ചിലപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും, ഇത് ഞാൻ ഇറങ്ങിയാൽ വിജയിക്കുമോ അല്ലെ? ഒരു വലിയൊരു നമുക്ക് ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റാ വേണ്ടത്. നമുക്ക് വലിയ ലക്ഷ്യങ്ങളാ വേണ്ടത്, വലിയ സ്വപ്നങ്ങളാ വേണ്ടത്, സംശയമില്ല. പക്ഷെ അവിടെ പലപ്പോഴും നമുക്കത് നേടാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്താണ്? നമ്മള് എന്തോ ഒരു ഭയമാണോ, അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെ? എന്താണ്? നീട്ടിവെക്കുക, നാളെ ചെയ്യാം. ദ പെർഫെക്റ്റ് ടൈം നോക്കിയിരിക്കുകയാണ്. എന്റെ ടൈം ആയില്ല, ഇന്ന കാര്യങ്ങൾ മാറി വരാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആള് എന്ത് ചെയ്യാനുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, രണ്ടുപേർ വരട്ടെ. അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അവിടെ ആ ഒരു വലിയ പിക്ചർ മുമ്പിലുണ്ട്. അതിനെ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ ടാസ്കുകളാക്കി, ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട്. ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ഈ സോറോ സർക്കിളിൽ അദ്ദേഹം പറയുന്നത് വെച്ചാല്, ആദ്യത്തെ സർക്കിൾ ഉണ്ടല്ലേ, അകത്തുള്ള സർക്കിള്, ആ അകത്തുള്ള സർക്കിള് അത് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. അതിലേക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റികൾ എന്ത് ചെയ്യണം? ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. അത് ഏതൊക്കെയാണ് തീരുമാനിക്കണം. എന്നിട്ട് അടുത്ത സർക്കിള്. ഇങ്ങനെ പല സർക്കിളുകളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളെ വലിയ ലക്ഷ്യത്തിലേക്ക്, വലിയ വിജയത്തിലേക്ക് എത്താനുള്ള ആ പ്ലാനിന് കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സർക്കിളാകുമ്പോൾ എന്ത് ചെയ്യും? ആ ചട്ടക്കൂടിനകത്ത് എന്ത് ചെയ്യണം? നമ്മള് അത് തീർക്കണം. അത് തീർത്തിട്ടേ അടുത്ത സർക്കിളിലേക്ക് എന്ത് ചെയ്യുള്ളൂ? പോകുന്നുള്ളൂ. മനസ്സിലായോ?
ഇതാണ് ഈ സോറോ സർക്കിൾ എന്ന് പറയുന്ന ആ ഒരു തിയറി പ്രിൻസിപ്പിൾ അദ്ദേഹം പറയുന്നു. നമ്മൾ കേൾക്കുമ്പോൾ പലതും നമുക്കും സാമ്യമായിട്ടൊക്കെ തോന്നും. പക്ഷെ എല്ലാം വ്യത്യസ്തമാണ്. ഏതെങ്കിലും രീതിയിലൊക്കെ എന്ത് ചെയ്യും, അത് ആളുകൾക്ക് അതായത് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത സമീപനമായിരിക്കും പറ്റുക. എല്ലാവർക്കും എല്ലാം എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞാല് എന്താണ്, ഒരാൾക്കൊരു നോവൽ എഴുതണം. നോവൽ, വലിയൊരു നോവലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആ വലിയ അതിന്റെ വലിപ്പം കൊണ്ട് എന്ത് ചെയ്യും, അത് പിന്നെ എഴുതാം നീട്ടി നീട്ടി വെക്കായിരിക്കും. അപ്പൊ അവിടെ ചെയ്യാവുന്ന എന്താണ് ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാല്, ഇതുപോലെ എന്ത് ചെയ്യുക, ചെറിയ സർക്കിൾ ആക്കുക. എന്താണ്, ഒരു ദിവസം ഇത്ര പേജ് എഴുതും, അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ ഇത്ര പേജ് എഴുതും, അല്ലെങ്കിൽ ഞാൻ ഇത്ര വേർഡ് എഴുതും, 1000 വേർഡ് എഴുതും, അല്ലെങ്കിൽ 100 വേർഡ് എഴുതും. അങ്ങനെ ചെറിയ ചെറിയ സർക്കിളുകളിലാക്കിയിട്ട് നമ്മൾ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സൂറ സർക്കിൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല്, നമ്മൾ ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, അല്ലെ? ഒരു അച്ചീവ്മെന്റിന്റെ, ഒരു അക്കംപ്ലിഷ്മെന്റിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യും, നമ്മളെ അടുത്ത ലെവലിലേക്ക്, അടുത്ത റൗണ്ട്, അടുത്ത സർക്കിൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, പ്രോത്സാഹനമായിരിക്കും, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഞാന് പറയുന്ന ആശയങ്ങള് അതിലൂടെ നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണല്ലേ പലതും. ഒരു കഥയുണ്ട്, എല്ലാവർക്കും കഥ കേൾക്കാനല്ല ഇഷ്ടം അല്ലേ? എന്നൊക്കെ കഥ പറയാം. കഥ ഇതാണ്, ഒരു ഗുരു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് 2 ചെന്നായ്ക്കളുണ്ട്. സ്വാഭാവികമായിട്ടും 2 ചെന്നായ്ക്കൾ ഒരിടത്തുള്ളപ്പോൾ എന്ത് ചെയ്യും, ഒരു അടി കൂടും, അല്ലെ? അപ്പൊ അവര് ദിവസവും പോരാടിക്കൊണ്ടിരിക്കുകയാണ് വിജയിക്കാനായി. ശിഷ്യന്മാര് ചോദിച്ചു, ആരാണ് ജയിക്കുന്നത്? ആ 2 ചെന്നായ്ക്കളിൽ ഒരു ചെന്നായ നന്മയുടെ ചെന്നായയും ഒരു ചെന്നായ തിന്മയുടെ ചെന്നായാണ്. പോസിറ്റിവിറ്റി, ഒന്ന് നെഗറ്റിവിറ്റി. ഓക്കെ, അപ്പം ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ആരാണ് അതിൽ വിജയിക്കുക? അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആർക്കാണോ കൂടുതലായി ഭക്ഷണം കൊടുത്ത് ആരോഗ്യവാനാക്കി നിലനിർത്തുന്നത്, അവർ വിജയിക്കും. അപ്പം നമ്മുടെ പോസിറ്റീവായ ചിന്തകളും പോസിറ്റീവായ എന്താണ് ആ സിറ്റുവേഷനും നമ്മൾ കൂടുതലായി ആർക്ക് കൊടുക്കുന്നുവോ, അല്ല, കൊടുക്കുന്ന നന്മയുടെ ആൾക്ക് കൊടുത്താൽ എന്ത് ചെയ്യും, അയാൾ വിജയിക്കും, ആ ചെന്നായി വിജയിക്കും. അതല്ല നമ്മൾ എപ്പോഴും എന്താണ് നെഗറ്റീവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നെഗറ്റിവിറ്റി ഉള്ള ചെന്നായിക്കാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നതെങ്കിൽ, ഫീഡ് ചെയ്യുന്നതെങ്കിൽ ആ ചെന്നായി വിജയിക്കും. എന്ന് പറഞ്ഞത് നമ്മളുടെ ഉള്ളിലുള്ള 2 ആസ്പെക്ട്സ് ആണ്, അല്ലെ? 2 മനോഭാവങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താണോ സ്ഥിരമായി കൊടുക്കുന്നത്, അതാണ് എന്ത് ചെയ്യുക, തടിച്ചു കൊഴുത്ത് വിജയിക്കുമെന്നുള്ളതാണ്. ആരോഗ്യമുള്ളതായി തീരും, സ്വാഭാവികമായിട്ടും വിജയിക്കും. ഓക്കെ, ഇതുമായി നേരിട്ട് കണക്ഷൻ ഇല്ലെങ്കിലും ഇടയ്ക്കൊരു കഥ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതെല്ലാം എന്തുമായി കണക്റ്റഡ് ആണ്? ഇതെല്ലാം നമ്മുടെ ചിന്തകളുടെ പോസിറ്റിവിറ്റിയുമായി കണക്റ്റഡ് ആണ്. ഓക്കെ, അദ്ദേഹം പറയുന്ന അടുത്തൊരു റൂള്, പ്രിൻസിപ്പിൾ, 20 സെക്കൻഡ് റൂൾ എന്നുള്ളതാണ്. 20 സെക്കൻഡ് റൂൾ നമ്മൾ പലതരത്തിലും ഇതുപോലത്തെ കേട്ടിട്ടുണ്ടാവും. 5 സെക്കൻഡ് റൂള്, അല്ലെ? 20 സെക്കൻഡ് റൂൾ എന്ന് വെച്ചാല്, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കും, പക്ഷെ അവിടെ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു തടസ്സം. ഇപ്പൊ ഈ ഇമേജ് കൊടുത്തേക്ക് നോക്കിയേ, അയാളൊരു ഹെൽത്തി ഹാബിറ്റ് ആണെന്ത്, ഫുഡ് കഴിക്കല്ലേ, സോറി, ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത്. ആ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവിടെ ഫ്രൂട്ട്സ് ഇരിക്കുന്ന കണ്ടു, ഒരു ആഗ്രഹമുണ്ട് കഴിക്കാൻ. പക്ഷെ അത് എണീറ്റ് പോണം, അല്ലെ? എണീറ്റ് പോകാൻ മടി. അവിടെ ഇരുന്നു സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തില്ല, അത് കഴിച്ചില്ല. ഇതുപോലെ നമുക്ക് പല നല്ല ചിന്തകളും ഉണ്ടാകാം, നല്ല ശീലങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ എന്ത് ചെയ്യും, പലപ്പോഴും ഇതൊരു ചെറിയ തടസ്സം. ഈ 20 സെക്കൻഡ് ഉദ്ദേശിക്കുന്നത് ആ 20 സെക്കൻഡ് മാത്രമുള്ള എന്തോ ഒരു ആക്ടിവിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ തടഞ്ഞു വെക്കുന്നത്, ചെറിയൊരു ആക്ടിവിറ്റി. ഓക്കെ, നമുക്ക് ഡെയിലി നമുക്ക് എന്ത് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ എന്തോ ഒരു തടസ്സം. അപ്പൊ അതിനൊരു സൊല്യൂഷൻ പറയുന്നത് വെച്ചാല്, ആ 20 സെക്കൻഡ് റൂളിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ ബ്രേക്ക് ചെയ്യും, അതായത് നമ്മൾ അതിനു വേണ്ടിയുള്ള സാഹചര്യം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ചെയ്യണം ഡെയിലി. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. സ്വാഭാവികമായിട്ടും മെഡിറ്റേഷൻ സഹായിക്കും, സംശയമില്ല.
അപ്പൊ അയാൾ എന്ത് ചെയ്യാണ്, അതിനുള്ള സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടാക്കുകയാണ്. ഒരു വീട്ടില് ഒരു സ്ഥലം, റൂമിലോ ഇവിടെ നല്ലൊരു സ്ഥലം ഒന്ന് വൃത്തിയാക്കി ഒന്ന് ചിട്ടയാക്കി വെച്ചു. വേണമെങ്കിൽ ചെറിയ പ്ലാന്റ് ഒക്കെ അവിടെ വെച്ചു. ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചു. അപ്പൊ എന്ത് ചെയ്യും, നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അവിടെ ഇരിക്കാൻ നമുക്ക് തോന്നും അല്ലെ. അവിടെ ഇരിക്കുമ്പോൾ നമുക്കവിടെ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാകാം. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ഈ ഒരു ഇതുപോലെ വേറെ ഒന്നുണ്ട്, 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ട്. അതായത് 5 4 3 2 1 0 എന്ന് പറയുമ്പോഴത്തേക്ക് ചാടി ആ കാര്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇതെല്ലാം പറയുന്നത് നമുക്കൊരു ചെറിയ തടസ്സം മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ ഉറക്കം എണീക്കാൻ നമ്മൾ എന്ത് ചെയ്തു, അലാം വെച്ചു. നമ്മളിൽ കൂടുതൽ പേരും എന്ത് ചെയ്യും, രാവിലെ നേരത്തെ എണീക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അലാം വെക്കും, നമ്മൾ എന്ത് ചെയ്യും, അതിൽ സ്നൂസ് ബട്ടൺ ഞെക്കും, അത് 5 മിനിറ്റ് വീണ്ടും അടിക്കും, വീണ്ടും ഞെക്കും, അല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ട് കിടക്കും. ഇതാണ് നോർമൽ കൂടുതൽ പേർക്ക് സംഭവിക്കുന്നത്. എല്ലാവർക്കും അറിയാം നേരത്തെ എണീറ്റാല് കുറച്ച് മെച്ചങ്ങളൊക്കെ ഉണ്ട്, ഒരു സമയം നമുക്ക് അധികം കിട്ടും, ഏറ്റവും നല്ല ടൈമാണ് നമുക്ക് ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്യാൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും അത് പ്രാക്ടിക്കൽ ആവുന്നില്ല എന്ന് മാത്രം. അപ്പൊ അവിടെ ഒരു റൂള് പറഞ്ഞതാണ് 5 സെക്കൻഡ് റൂള്. എന്ത് ചെയ്യാ, അല്ല കേൾക്കുമ്പോൾ ഉടനെ കട്ടിലേക്ക് ഉടനെ മനസ്സിലേക്ക് വരേണ്ട ഇതാണ്, എന്താണ്, 5 4 3 2 1 0. 0 പറയുമ്പോഴത്തേക്ക് ആൾ എണീറ്റിരിക്കണം. ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡിനെ ട്യൂൺ ചെയ്യണം. നമുക്കത് കേൾക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നടക്കുമെന്ന് തോന്നുമെങ്കിലും ഇത് എഫക്റ്റീവാണ് കേട്ടോ, അത് എഫക്റ്റീവാണ്. അപ്പൊ അതുപോലെയാണ് ഞാൻ പറഞ്ഞ 20 സെക്കൻഡ് റൂളും. അടുത്തത് നമ്മൾ ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സോഷ്യൽ സപ്പോർട്ട് എന്നുള്ളതാണ്. മനുഷ്യൻ എന്താണ്, ഒരു സാമൂഹ്യ ജീവിയാണ് അല്ലെ, സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. സാധിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു സന്തോഷകരമായ കൊടുക്കൽ വാങ്ങലുകൾ പറ്റുമ്പോഴാണ് നമുക്ക് ആ ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാകുക. സൊസൈറ്റിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നമ്മളുടെ സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ അതാണ് ഉണ്ടാകുക. അപ്പൊ ഈ നമുക്കറിയില്ല, സോഷ്യൽ മീഡിയ ഏറ്റവും അധികം അതാണ് ഫ്ലറിഷ് ചെയ്ത അത്രയധികം പ്രചാരത്തിലുള്ള ഒരു കാലമാണ്. സോഷ്യലൈസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓരോരുത്തർ എന്ത് ചെയ്യുക, ഓരോരുത്തർ ഇടുന്ന വീഡിയോസ് കാണുക, മെസ്സേജ് അയക്കുക, അതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിൽ നമ്മൾ കൂടുതൽ സമയം കളയുന്നതാണ് മറ്റൊരു പ്രശ്നം. ഓക്കെ, അത് മറ്റൊരു ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മളുടെ സാമൂഹികമായ ആ ചുറ്റുപാടില് ഒരു പ്രശ്നം വന്നാല് അല്ലെ, പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാറുണ്ട്, എന്താണ്, ഒരു ചെറിയ സപ്പോർട്ട്, ഒരു ചെറിയ ഒരു പറയുന്നത് കേൾക്കാൻ ഒരാള് പലപ്പോഴും നമ്മൾ അല്ലെ, ഇപ്പോഴത്തെ ഈ കൗൺസിലിങ്ങിലൊക്കെ പലപ്പോഴും സൊല്യൂഷൻസ് ഒന്നും അവർക്ക് വേണ്ട, നമ്മളൊന്ന് കേട്ട് കൊടുത്താൽ മതി കേട്ടോ. കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് ഓക്കെ ശരി അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് രണ്ട് സമാധാന വാക്കുകൾ പറഞ്ഞാൽ മാത്രം മതി. അതിനുവേണ്ടി കൗൺസിലിങ്ങിന് വേണ്ടി സമീപിക്കുന്ന എത്ര ആളുകൾ. അപ്പൊ ആ രീതിയിലേക്ക് എന്ത് ചെയ്തു, സിറ്റുവേഷൻസ് മാറി എന്നുള്ളതാണ്. അവിടെയൊക്കെയാണ് ഈ സോഷ്യൽ സപ്പോർട്ടിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ദ പവർ ഓഫ് കണക്ഷൻ, നമ്മൾ ഇമേജിൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മൾ എന്താണ്, ആളുകളുമായി എങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം, സുഹൃത്തുക്കളുമായി. പക്ഷെ അതൊക്കെ നമ്മളുടെ എന്തിനു വേണ്ടി ആവണം, നമ്മളുടെ വളർച്ചയ്ക്ക്, നമ്മളുടെ ഹാപ്പിനെസ്സിന്, നമ്മുടെ സക്സസിന് വേണ്ടി ആകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, സൊല്യൂഷൻസ് കിട്ടും. പലപ്പോഴും പല ആളുകളും ഇപ്പോഴൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ പല കൂട്ടായ്മകൾ നമ്മൾ കാണും പലയിടത്തും. അതൊക്കെ നന്നായി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇരുതല മൂർച്ചയുള്ള വാളെന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാളാണ്, ഇരുതല മൂർച്ചയുള്ളതാണ് സോഷ്യൽ മീഡിയ. അത് നമുക്ക് നമ്മളുടെ സമയം കൊല്ലാനും ഉപയോഗിക്കാം, നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനും ഉപയോഗിക്കാം. അത് എവിടെ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഓക്കെ, നെക്സ്റ്റ്, പ്രിവെന്റിങ് ദ കാസ്കേഡ് എഫക്ട്. എന്താണ് ഈ കാസ്കേഡ് എഫക്ട്? നമ്മൾ ഈ പിക്ചറിൽ കാണുന്നില്ലേ, അതാണ് കാസ്കേഡ് എഫക്ട്. എന്താണ് സംഭവം? നമ്മൾ പലപ്പോഴും ഈ പല വീഡിയോസും കാണാറുണ്ട് അല്ലെ, ഒരു പീസ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിനെ കണക്ട് ചെയ്ത് ബാക്കിയുള്ള എല്ലാ പീസുകളും താഴെ വീഴുന്ന ഒരു എഫക്റ്റ് ആണ് കാസ്കേഡ് എഫക്ട്.
നമ്മൾ പലപ്പോഴും നമ്മളെ നാടൻ ഭാഷയിൽ പറയുന്നതാണ്, എന്താണ്, അങ്ങാടി തോറ്റാല് അമ്മയോടെന്ന് പറയും അല്ലെ. ഇത് സംഭവം പലപ്പോഴും പല വീടുകളിലും നടക്കുന്നതാണ്. എന്താണ്, ആ നാട്ടില് അല്ലെങ്കിൽ അങ്ങാടിയില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ പുറത്ത് ഓഫീസിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതെന്ത് ചെയ്യും, അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് അത് ആരെടുത്താ തീർക്കുന്നത്? വീട്ടിലെ ഭാര്യ എടുത്തും മക്കളെടുത്തും ആയിരിക്കും. ഇവിടെ തിരിച്ചുകൊണ്ട് ഭാര്യമാര് ഇഷ്ടംപോലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അവരുണ്ടാവുന്നതാണ് ഈ ഫ്രസ്ട്രേഷൻ കൊണ്ടുവന്ന് വീട്ടില് മക്കളെടുത്തോ അല്ലെങ്കിൽ ഭർത്താവിനെടുത്തോ ഒക്കെ തീർക്കും. ഇതിങ്ങനെ കണക്റ്റഡ് ആണ്. ചിലപ്പോൾ അത് പിറ്റേന്ന് തുടർന്നു പോകും. ചില ആളുകൾ എന്ത് ചെയ്യും, അത് പിറ്റേന്ന് മാത്രമല്ല ജീവിതകാലം മൊത്തം തുടർന്നു പോകും. എവിടെന്നെങ്കിലും കിട്ടുന്ന ഈ ഒരു നെഗറ്റീവ് എഫക്റ്റുകൾ, ഈ പ്രശ്നങ്ങളെ ചിലപ്പോൾ ട്രോമാസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു അപമാനമായിരിക്കാം, ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ചെറിയൊരു വാക്കായിരിക്കാം. അതൊക്കെ എന്ത് ചെയ്യും, അത് തുടർന്നു പോയി അതിങ്ങനെ ഈ കാസ്കേഡ് എഫക്റ്റിൽ ഇങ്ങനെ പോകും. ചിലപ്പോൾ ദിവസങ്ങളോളം, ചിലപ്പോൾ ജീവിതം മൊത്തം ആ ഒരു എഫക്റ്റ്, ആ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പലപ്പോഴും ആളുകൾ പോകുന്നത് അങ്ങനെയാണ്. അവിടെ നമുക്ക് എന്താ വേണ്ടത്, പ്രിവെന്റ് ചെയ്യാൻ സാധിക്കണം. ആ ഇവിടെ ഇമേജിൽ കാണുന്ന പോലെ ഇവിടെ ഒരു തടസ്സം ഇടാൻ സാധിക്കണം അല്ലെ. ജീവിതത്തിൽ ഇതുപോലെ ട്രോമാസോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ അനുഭവിക്കാത്തവരാരാ ഉള്ളത്? എല്ലാവർക്കും എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. അല്ലെങ്കിൽ അത്രയും ആ ഒരു ലെവലിൽ ആയിരിക്കണം ആ സോഷ്യൽ സർക്കിളും അല്ലെങ്കിൽ അവരുടെ ജീവിക്കുന്ന ചുറ്റുപാടെല്ലാം ആ ലെവലിലായിരിക്കണം. കൂടുതലും സാധ്യമല്ല. എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, എത്രത്തോളം ശ്രദ്ധിച്ചാലും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു? ഓക്കെ, നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് കിട്ടി, ഒരു ട്രോമ കിട്ടി, അല്ലെങ്കിൽ ഒരാളൊരു നമ്മളത് മോശമായി സംസാരിച്ച് നമ്മള് കളിയാക്കി, അതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതാണ് വിഷയം. ഓക്കെ, നമുക്കറിയാം, നമ്മളെ ഒരാൾ കളിയാക്കുന്ന ആള്, റോഡിൽ കൂടെ പോകുന്ന ഒരാള്, ഏതോ ഒരാള് എന്താണ് മാനസിക അസുഖമുള്ള ഒരാളെന്ന് വെച്ചു, അയാൾ നമ്മളെ ചീത്ത വിളിച്ചു, റോഡിൽ ചീത്ത വിളിച്ചിട്ട് പോയാണ്. നമ്മൾ അയാളെ ബാക്കിൽ പോയാൽ അടിക്കാൻ പോകും, വഴക്കുണ്ടാക്കാൻ പോകും? ഇല്ലല്ലോ, നമ്മളെ വഴിക്ക് പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ സ്ഥിരം അടി അടക്കണം പലപ്പോഴും. അപ്പം ആളുകള്, വ്യക്തികളും അവർ പറയുന്ന വാക്കുകളും എവിടെ നിൽക്കണം? ഇവിടെ നിൽക്കണം. നമ്മൾ തീരുമാനിക്കണം അത് എന്റെ ഉള്ളിലേക്ക് എടുക്കണോ വേണ്ടയോ അല്ലെ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ നെഗറ്റിവിറ്റിയെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുക. വീട്ടിലെ ഭർത്താവ് വഴക്ക് പറയുന്നു, അപ്പൊ ആ ഭർത്താവാണ്, സ്നേഹമൊക്കെ ഉണ്ട്, അപ്പം അതിന്റെ മറ്റൊരു ലെവലിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അത്ര ഇമോഷണലായി നമ്മളത് എടുക്കേണ്ട. ചിലപ്പോൾ അത് ഭർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഇദ്ദേഹത്തിന് ഇന്നത്തെ അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ ഇന്നിപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങാടിയെ തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞ പോലുള്ള സംഭവമായിരിക്കാം. സമാധാനമായിട്ട് കേട്ടിട്ട് നമ്മൾ അപ്പം അതിന് മറുപടി പറയാതെ പിന്നീട് കാര്യങ്ങൾ ചോദിച്ചിട്ട് സമാധാനം പറയുകയാണെങ്കിൽ ചിലപ്പം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് അല്ലെ. നമുക്കറിയാലോ, ഈ പലപ്പോഴും ഈ പല വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്? രണ്ട് സിറ്റുവേഷനിൽ വളർന്ന രണ്ട് വ്യക്തികളാണ്. അവരൊന്നിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാവാം, സ്വാഭാവികമല്ലേ. അപ്പൊ അവിടെ അന്ന് പരസ്പരം മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാൻ പറ്റുകയാണെങ്കിൽ സൊല്യൂഷൻസ് ആവും. എല്ലാത്തിനും കേട്ടുടനെ മറുപടി പറയണമെന്നോ അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ലല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ പറയാം, അല്ലെങ്കിൽ മൗനം പാലിക്കാം. നമുക്ക് നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്ന എന്തും നമുക്ക് ചെയ്യാം അല്ലേ. അപ്പം ഈ പറഞ്ഞത് ഈ കാസ്കേഡ് എഫക്റ്റ്, ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് തുറന്നു പോകുന്ന ആ എഫക്റ്റ് എന്ത് ചെയ്യണം, നമുക്കത് തടയാൻ സാധിക്കണം. അത് തടയുമ്പോൾ നമുക്ക് സക്സസ്, ഒരു ഹാപ്പിനെസ് ഉണ്ട് അല്ലെ. ആലോചിച്ച് നോക്കിയേ, നമ്മൾ അതും കൊണ്ട് നടന്നിരുന്നെങ്കിൽ ആ ദിവസം മൊത്തം ചിലപ്പോൾ എന്ത് ചെയ്യും, പാഴായി പോകും, അല്ലെങ്കിൽ ആ ആഴ്ച മൊത്തം പാഴായി പോകും. അവിടെയാണ് നമ്മുടെ ഒരു ചിന്ത കൊണ്ട് എന്ത്, ഇറ്റ്സ് ഓക്കെ, പാർട്ട് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഭാഗമാണ്, അത് ഞാൻ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തോ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ ഒരു ചിന്ത കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്ലോയെ തടയാൻ പറ്റും അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മനഃപൂർവ്വം നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. ഓക്കെ, മറ്റൊന്ന് ഫൈൻഡിങ് മീനിങ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ ഒരു ഒഴുക്കിലാണ് അല്ലെ.
ജീവിതം ഇങ്ങനെ പോകുന്നു, എന്തിനു ജീവിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. എവിടത്തേക്ക് ജീവിക്കുന്നു അറിയില്ല. ഒരു ഒരു മീനിങ്, ഒരു അർത്ഥം, ജീവിതത്തിന് അർത്ഥം കണ്ടെത്തണം. ഒരു പർപ്പസ്, വലിയ പർപ്പസ്. ഒരു ജോലി നേടുക എന്നതിനുപരി അതിനുപരിയായ ഒരു ചിന്ത. ഒരു ബുക്കുണ്ട്, റോബിൻ ശർമ്മയുടെ ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേര് ഇതാണ്, ഹു വിൽ ക്രൈ വെൻ യു ഡൈ. നീ മരിക്കുമ്പോൾ ആര് കരയും? എന്താണ് ഉദ്ദേശിച്ചത്? എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾക്ക് എത്ര പേരിലേക്ക് നന്മ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് അല്ലേ? ഞാൻ മരണപ്പെടുമ്പോൾ ഒരാള് എന്നെ ഓർത്ത് കരയുക എന്നുള്ള ഒരു വിഷമിക്കുക, ഒരു വിഷമിക്കുന്ന അയാള് മരണപ്പെട്ടോ, അയാളെ കൊണ്ട് ഇന്ന ഒരു ഉപയോഗം ഉണ്ടായല്ലോ, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുമായിരുന്നല്ലോ എന്നൊരു ചിന്ത. അത് എത്ര പേർക്കുണ്ടാവും? ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഓരോരുത്തരും ഇന്ന് മരണപ്പെട്ടാല് നമ്മളെ ഓർത്ത് എത്ര പേര് കരയും, എത്ര പേര് വിഷമിക്കും? ഒരു 100, അല്ലെങ്കിൽ ഒരു 500, 1000, ഇതിൽ കൂടുതലൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു ചോദ്യമുണ്ട്, ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങള്, ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കള് ഉള്ളത് എവിടെയാണെന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചതാണ്. പലരും പല മറുപടി പറഞ്ഞു. അത് ഉത്തരമായി അയാൾ പറഞ്ഞത്, ഞാൻ പറയുന്നത് ശ്മശാനങ്ങളാണ് ഏറ്റവും മൂല്യമുള്ള സ്ഥലം ഈ ലോകത്ത് എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, അവിടെ ഉറങ്ങുന്ന നൂറുകണക്കിന് ആളുകളുടെ തലച്ചോറുകൾ, അതിന്റെ ക്രിയേറ്റിവിറ്റി, അതിന് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയോ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ പറ്റുമായിരുന്ന തലകളുള്ള, കഴിവുകളുള്ള ആളുകളായിരുന്നു അവരൻ. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു? അവരുടെ കഴിവുകളെ ഉപയോഗിക്കാതെ, അവരുടെ തലച്ചോറിന് ഉപയോഗിക്കാതെ മരണപ്പെട്ട് ആ റിസോഴ്സുകൾ, ആ അത്രയും കപ്പാസിറ്റി ഉള്ള തലച്ചോറുകൾ അടങ്ങിയിരിക്കുന്ന ഈ ശ്മശാനങ്ങളാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും മൂല്യമുള്ള സ്ഥലങ്ങളെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമുക്ക് ഈ ലോകത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം. അത് എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ആലോചിക്കണം. എന്താണ് എന്റെ പർപ്പസ്? ആ ഒരു ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോഴൊക്കെ ചില വീഡിയോസ് കാണാറുണ്ട്. വോളണ്ടിയേഴ്സ് വലിയ കനാലുകൾ, വലിയ ഓടകൾ, മൊത്തവും ടൗണിലൊക്കെ ഉള്ള വേസ്റ്റുകൾ നിറഞ്ഞു കിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്ന ആളുകൾ. അത് പലരും വലിയ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. ചിലപ്പോൾ തോന്നും ഇതെങ്ങനെ ഇതിൽ ഇറങ്ങുന്നു. പക്ഷെ അവിടെ ആ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിലൊക്കെ എന്താണ്, ഇത് സർവീസിന്റെ ഭാഗമാണ്, അയാൾക്ക് ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസിന്റെ ഭാഗമായിട്ടാണ് അയാൾ കാണുന്നത്. അപ്പം അതിലേക്ക് നമ്മുടെ ചിന്ത പോകണം എന്നുള്ളതാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്, ലേൺ ആൻഡ് റിട്ടേൺ. എന്താണ്? നമുക്ക് സമയം, പ്രായം, പരിമിതി ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലേൺ, പഠിക്കുക എന്നുള്ളത്. അല്ലെ? ഏജ് ഇസ് നമ്പർ എന്ന് പറയും. പഠിക്കുക എന്നുള്ളത്. പഠിച്ചാൽ അത് ഒന്നാം സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് എന്താണ്? നമുക്കവിടെ ഏൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഉറപ്പായും എന്ത് ചെയ്യും? നമ്മള് നല്ല വഴിയിൽ പഠിച്ചു നമ്മൾ ഇറങ്ങി തിരിച്ചാല് അതിൽ നിന്ന് ഏണിങ് വരും. നമ്മൾ ചിലപ്പോൾ നേരിട്ട് ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും അതിൽ നിന്ന് എന്ത് ചെയ്യും? വരുമാനം വരും, ഒരു ഡൗട്ടും ഇല്ല. അത് എന്താണ്? അതിന്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഈ ഏണിങ് വന്നാൽ നമുക്ക് മാത്രമല്ല, പിന്നെ എന്തിനാണ്? റിട്ടേൺ, സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. അതാണ് നമ്മള് പലപ്പോഴും ഇപ്പം ടാറ്റ മരണപ്പെട്ടപ്പോൾ അല്ലെ, നമ്മൾ കുറെ വാർത്തകൾ കണ്ടു. അത് ലക്ഷക്കണക്കിന് കോടിയാണ് എന്ത് ചെയ്തത് അദ്ദേഹം ആ ലോകത്തിന് വേണ്ടിയിട്ട് പല മേഖലകളിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, പല മേഖലകളിൽ ചെലവാക്കിയിരിക്കുന്നത്. ഇവിടെ 8 ലക്ഷം കോടി ഒന്നും ഇവിടെ ഞാൻ കണ്ടു. അപ്പൊ ഇത്രയൊക്കെ ആ സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് എവിടെ നിന്ന് വന്നതാണെന്ന്. ഇതെല്ലാവർക്കും പറ്റും അല്ലെ? അത്രയില്ലെങ്കിലും നമുക്കൊക്കെ എന്ത് ചെയ്യാം? നമുക്കാവുന്നത് പോലെ ലേൺ ചെയ്യാവും. ആ ലേണിങ്ങിലൂടെ ഏൺ ചെയ്യാനും അത് സമൂഹത്തിൽ തിരിച്ചു കൊടുക്കാനും സാധിക്കും. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു വില്ലിങ്നെസ് ആണ് വേണ്ടത്. നമുക്ക് പഠിക്കാനുള്ള മനസ്സ് വേണം.
ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സ് വേണം. ഇപ്പോഴത്തെ കാലത്ത് എന്താണ് പഠിക്കാൻ വേണ്ടി എങ്ങും പോണ്ട. ഞാനിപ്പോ ഈ ജസ്റ്റ് ക്ലാസ്സിൽ കയറുന്ന ഒരു മണിക്കൂർ മുമ്പ് ഒരു ഷോർട്സ് കണ്ടു. അതായത് കാശ്മീർ യൂണിവേഴ്സിറ്റി, UAE-യിലുള്ള കാശ്മീർ യൂണിവേഴ്സിറ്റി ആണ് എൻ്റെ ഓർമ്മ. അവരൊരു ഫ്രീ കോഴ്സ് അറബിക്ക് പഠിക്കാനാണ് ഒരു പുതിയ കോഴ്സ്. ഒരു ചെലവുമില്ല, ജസ്റ്റ് ഓൺലൈനിലാണ്, ഏത് പ്രായക്കാർക്കും പഠിക്കാം. പൂർണ്ണമായി എന്ത് ചെയ്യും, ഭാഷ പഠിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിക്കാൻ ഇഷ്ടംപോലെ ഫ്രീ കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ പഠിക്കാനും നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. എന്റെ സംസാരം നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ സംസാരിക്കാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മള് റെക്കോർഡ് ഓണാണ്. പിന്നെ റെക്കോർഡായി പോകുന്ന സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം. മാം റെക്കോർഡിംഗ് ഓഫ് ആക്കിക്കോളും.